സജിത് ഭവനിൽ മാധവൻ നായരുടെ ഭാര്യ വിജയമ്മ മാത്രം വീട്ടിലുള്ള സമയം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് വീട്ടിലെത്തി. ഹെൽമറ്റ് ധരിച്ചിരുന്നു. വിറകു വാങ്ങാനെന്ന വ്യാജേനയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഭർത്താവ് പുറത്തുപോയതാണെന്നും മടങ്ങിയെത്തിയ ശേഷമേ വിറക് നൽകാനാകൂ എന്നും വിജയമ്മ അറിയിച്ചു. യുവാവ് അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. ആരാണ്, എവിടെ നിന്നാണ് എന്നിങ്ങനെയുള്ള വിജയമ്മയുടെ ചോദ്യങ്ങളോട് അയാൾ പ്രതികരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് താമസമെന്ന് പറയുകയും ഹെൽമറ്റ് ഊരി മുഖം കാണിക്കുകയും ചെയ്തു. തുടർന്ന് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. കുടിവെള്ളവുമായി തിരിച്ചെത്തിയ വിജയമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയ്ക്ക് അയാൾ പിടികിട്ടു. തമ്മിൽ ഉന്തും തള്ളുമായി. ഇതിനിടെ വിജയമ്മ നിലത്ത് വീണു. 2.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയുടെ ഒരു ഭാഗം ഇതിനിടെ യുവാവ് പൊട്ടിച്ചെടുത്തു. ഓടിമാറിയ ഇയാൾ പിന്നീട് തിരിച്ചെത്തി അവശേഷിച്ച ഭാഗം കൂടി കൈക്കലാക്കിയാണ് മറഞ്ഞത്. ഹെൽമറ്റ് ഊരി എന്നെ കാണിച്ചു. ഞാൻ അവൻ്റെ മുഖം കണ്ടു. അത് കഴിഞ്ഞ് ചേച്ചി വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കൊണ്ട് കൊടുത്തു. രണ്ടാമതും വേണമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ മാലയ്ക്ക് കയറി പിടിച്ച് അത് തട്ടിക്കളഞ്ഞിട്ട് മാലയ്ക്ക് കയറി പിടിച്ച് ഞാനും പിടിച്ച് രണ്ടുപേരുടെയും കൈ പാതിയായി. അവൻ പിന്നെ പാതിയും കൊണ്ട് വെളിയിൽ ഇറങ്ങി വെച്ച് നോക്കിയപ്പോൾ പാതിയേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് കയറി അപ്പം ഞാൻ വീണ് പോയി ഞാൻ. അപ്പോൾ കയറി വന്ന് അതും കൂടെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. എങ്ങോട്ടാ പോയെന്നറിയത്തില്ല. ഇറങ്ങി ഓടിക്കാണും. നിലവിളി കേട്ട സമീപവാസികൾ എത്തിയപ്പോഴേക്കും യുവാവ് ഏറെ ദൂരം പിന്നിട്ടിരുന്നു. വിജയമ്മയുടെ ശരീരത്തിൽ പിടിവലി നടന്നതിന്റെ പാടുകളുണ്ട്. പ്രദേശത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു വരുന്നു. സംശയിക്കത്തക്ക ചില ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് അന്വേഷണം. അതേസമയം വകയാർ മേഖലയിൽ 1.5 വർഷം മുൻപ് നടന്ന ചില മോഷണങ്ങളിലെ പ്രതികളെ ഇനിയും പിടികൂടാൻ പോലീസിനായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.